മഞ്ഞയിൽ കറുത്ത വരകൾ. കഥ എഴുതിയത് ഉണ്ണികൃഷ്ണൻ കിടങ്ങൂർ. പേരപ്പൻ്റെ വീട് എവിടെയാണെന്ന് സത്യത്തിൽ ഞങ്ങൾക്കൊരു പിടിയുമില്ല. ഞാനും റോയിച്ചനും, മൂത്ത ചേട്ടായിയെ ഞാൻ അങ്ങനെ പേരാണ് വിളിക്കുന്നത്. ചേട്ടായിയുടെ കെട്ടിയവളായ ലിസമ്മയും അവരുടെ മോളായ ജുവാനയും, രണ്ടാമത്തെ ചേട്ടായി ജോഷിയും ഭാര്യ മോളിയും മക്കളായ ടിൻറ്റുവും ദീപവും ഒക്കെ കൂടി വെളുപ്പിനെ പുറപ്പെട്ടതാണ്. അപ്പൻ പറഞ്ഞ് റോയിച്ചിന് ഏകദേശം ധാരണയുണ്ട്. 4-5 തോടുകളും 5-6 മലകളും കഴിഞ്ഞ് കാട്ടിലൂടെ കുറച്ചു ദൂരം ചെല്ലുമ്പോൾ കുറേ മുളയൊക്കെ വളർന്നു നിൽക്കുന്ന ഒരു ചെരിവുണ്ട്. അവിടെയാന്നാ അപ്പൻ പറഞ്ഞത്. പലയിടത്തും വണ്ടി നിർത്തി അന്വേഷിച്ചു. അപ്പൻ പറഞ്ഞ പോലത്തെ പല വഴിയിലും കയറിയിറങ്ങി. എല്ലാ വഴികളും ചെല്ലുന്നത് കൂരിരുട്ട് വിളഞ്ഞു നിൽക്കുന്ന കാടിൻ്റെ വക്കത്താണ്. ചാരായം തലയ്ക്ക് പിടിച്ചപ്പം അപ്പൻ ചുമ്മാ തോന്നിയത് പറഞ്ഞതാവും. ജോഷി ചേട്ടായി ഈർഷ്യയോടെ പറഞ്ഞു. ജോഷി മോനെ, അപ്പനെ പറ്റി അങ്ങനെയൊന്നും പറയല്ലേ. എത്ര കുടിച്ചാലും അപ്പൻ അത്രയ്ക്ക് വെളിവുകേടൊന്നും പറയത്തില്ല, എൽസി ചേച്ചി പറഞ്ഞു. ഞങ്ങളുടെ എല്ലാം മൂത്തവളാണ് എൽസി. എൽസി ചേച്ചി ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. ചേച്ചിയെ കുന്നംകുളത്തേക്കാണ് കെട്ടിച്ചു വിട്ടേക്കുന്നത്. എൻ്റെ ഭർത്താവ് സിനുക്കുട്ടൻ ദുബായിലായതുകൊണ്ട് ഞാനും ഒറ്റയ്ക്കേയുള്ളൂ. 1-2 വർഷമേ ആയുള്ളൂ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട്. വേണ്ടെന്നും പറഞ്ഞിരുന്നതാ. കന്യാസ്ത്രീ ആയാലോ എന്ന് ചിന്തിച്ചതുമാണ്. എത്ര കാലം എന്നെ കെട്ടിപ്പൊതിഞ്ഞു വയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് തന്നെ ഉറപ്പൊന്നുമില്ലാത്തത് കൊണ്ട് പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. എന്നാത്തിനാനേ ജീവിതം വെറുതെ തിക്കുമുട്ടലുള്ളതാക്കുന്നേ. സിനുക്കുട്ടനെ കണ്ടുമുട്ടിയപ്പം എന്നാ പിന്നെ അങ്ങ് ആയേക്കാം എന്ന് വെച്ചു. ഞാനത് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാ പുള്ളിയും മനസ്സിലിരിപ്പ് പുറത്തെടുത്തിട്ടത്. നേരത്തെ പലവന്മാരും ഉറങ്ങാൻ കൂട്ടുപോരുന്നോ എന്ന് അടക്കത്തിൽ തിരക്കിയിട്ട് എൻ്റെ വായിലിരിക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ പെട്ടിയിലടച്ച് കുഴിയിലോട്ട് കൊണ്ടുപോകുന്നത് വരെ കൂട്ടുപോരുന്നോ എന്ന് സിനുക്കുട്ടനാ ആദ്യമായി എന്നോട് തിരക്കുന്നത്. ഞാൻ അപ്പോഴേ അങ്ങ് സമ്മതം പറഞ്ഞേനെ. പക്ഷേങ്കിൽ പുള്ളി എന്നാ വിചാരിച്ചാലോ എന്നൊരു ശങ്ക. ഞാൻ പറഞ്ഞു, ചേട്ടായിമാരുടെയും ചേച്ചിയുടെയും അമ്മച്ചിയുടെയും ഒക്കെ സമ്മതം കിട്ടിയാലേ പറ്റത്തുള്ളെന്ന്. അപ്പോൾ സിനുക്കുട്ടൻ ചോദിക്കുക, ചേട്ടായിമാര് സമ്മതിച്ചില്ലെങ്കിലോ എന്ന്. ഞാൻ പറഞ്ഞു, എങ്കിൽ ഈ മീനങ്ങ് ഉപ്പിട്ടുണങ്ങി ആങ്ങളമാരുടെ അടുക്കളയെ വച്ചേക്കാമെന്ന്. അത് കേട്ടപ്പോൾ സിനുക്കുട്ടൻ കുറച്ച് കളിയും ഇച്ചിരി കാര്യവുമായിട്ട് പറയുക, എത്ര ഉണക്കി സൂക്ഷിച്ചാലും വിശേഷമില്ല, വല്ല എലിയോ പൂച്ചയോ എടുത്ത് ചൊവ്വില്ലാതെ കടിച്ചു മുറിച്ച് അവിടെയും ഇവിടെയുമൊക്കെ ഇട്ട് മെനക്കേടാക്കുമെന്ന്. ഇപ്പോഴാണെങ്കിൽ നല്ല പച്ച ജീവനോടെ കിട്ടിയേച്ച സിനുക്കുട്ടൻ അയാളുടെ വാട്ടർ ടാങ്കിലെങ്ങാനും ഇട്ട് വളർത്തിക്കൊള്ളാമെന്ന്. എന്നാ പിന്നെ എടുത്തോണ്ട് പൊക്കോളാൻ ഞാനങ്ങ് സമ്മതിച്ചു. അങ്ങനെയാ ഞങ്ങളുടെ കെട്ട് നടന്ന്. ആണൊരുത്തൻ്റെ കൂടെ അടച്ചിട്ട മുറിയിൽ ഒറ്റയ്ക്കായതിൻ്റെ അങ്കലാപ്പൊക്കെ മാറ്റിയിട്ട് സിനുക്കുട്ടൻ എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി. പുള്ളി ഉറങ്ങിയെങ്കിലും എനിക്ക് ഉറക്കമൊന്നും വന്നില്ല. പാതിരാ കുർബാന കഴിഞ്ഞ് പള്ളിമുറ്റത്തെ നിലാവത്ത് കട്ടൻ കാപ്പിയും കുടിച്ചുകൊണ്ടിരിക്കുന്ന പോലത്തെ ഒരു സുഖമൊക്കെ മനസ്സിലപ്പോൾ തോന്നി. മലകളുടെയും കാടിൻ്റെയും നടുക്കുള്ള ഞങ്ങളുടെ പറമ്പിൻ്റെ പയ്യാനിക്കാടിൻ്റെ ഇടയെന്നുള്ള ചീവീട് കരച്ചിൽ പോലെ സിനുക്കുട്ടൻ്റെ കൂർക്കമ്പലി കേട്ടപ്പം രസം തോന്നി. രാവിലെ സിനുക്കുട്ടൻ ഉണർന്നപ്പം ഞാൻ അവനെ തന്നെ നോക്കിക്കൊണ്ട് കിടക്കുക. സിനുക്കുട്ടന് ചിരി വന്നു. ഇപ്പം നിന്നെ കണ്ടാൽ ഒരു കൊച്ചു കടുവക്കുട്ടി നോക്കിക്കൊണ്ട് കിടക്കുന്നത് പോലെയുണ്ടെന്നും പറഞ്ഞ് അവൻ എന്നെ പുതപ്പിനകത്തെ ഗുഹയിലേക്ക് പിന്നെയും പിടിച്ചു കയറ്റി. 2 പേരുടെയും ഇടവകപ്പള്ളിയിലും കുറച്ച് ബന്ധുക്കളുടെ വീട്ടിലുമൊക്കെ ഞങ്ങൾ കയറി ഇറങ്ങി 1-2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും സിനുക്കുട്ടൻ്റെ ലീവ് തീർന്നു. കുറെ ഉമ്മയും തന്ന് കെട്ടിപ്പിടിച്ച് പെണ്ണുങ്ങളെ പോലെ കണ്ണും നനച്ച് അവൻ വിമാനത്തെ കയറി പറന്നു. വിശേഷമൊന്നും ആയില്ലേ എന്ന നാട്ടുകാരുടെ ആകുലതകൾക്കിടയിൽ ഭർത്താവിൻ്റെയും എൻ്റെയും വീടുകളിൽ മാറി മാറി ഞാനിങ്ങനെ ജീവിച്ചു പോന്നു. ഇടയ്ക്ക് ചേട്ടായിമാരുടെയും എൽസി ചേച്ചിയുടെയും വീടുകളിൽ പോയി നിൽക്കും. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഞങ്ങളെല്ലാം റോയിച്ചൻ്റെ വീട്ടിൽ ഒത്തുകൂടി. കൊച്ചു വർത്തമാനവും പരദൂഷണവും പറഞ്ഞിരിക്കുന്നതിനിടയിൽ പേരപ്പൻ്റെ വിശേഷങ്ങളും കടന്നു വന്നു. പേരപ്പൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ്. ഞാൻ കൊച്ചായിരുന്നപ്പോൾ കാടും മലയും കയറിയിറങ്ങി ഇടയ്ക്കിടെ പേരപ്പൻ വരുമായിരുന്നു.
വെടിയിറച്ചിയും വാറ്റിയെടുത്ത ഒന്നാന്തരം ചാരായവും ചാക്കിനകത്ത് കുറേ ചക്കയും മാങ്ങയും ഒക്കെ കൊണ്ടാണ് വരവ്. തോളയിൽ ഒരു മുട്ടൻ തോക്ക് ഞാത്തിയിട്ടിട്ടുണ്ടാവും. പേരപ്പൻ കൊണ്ടുവരുന്ന വെടിയിറച്ചി ഉപ്പും പറമ്പീന്ന് പറിച്ചെടുത്ത പച്ചക്കുരുമുളകും മഞ്ഞളുമൊക്കെ ചേർത്ത് അമ്മച്ചി നല്ല വെടിപ്പായി ഒലത്തി 2 പിഞ്ഞാണത്തിൽ കൊണ്ടുവന്ന് തിണ്ണയിൽ വയ്ക്കും. എന്നാത്തിനാ മത്തായി നമുക്ക് 2 പിഞ്ഞാണം, ഒന്നീന്ന് തിന്നാ പോരേടാ. മതിയടാ ഗോപാല. 2 പേരും കൂടി പെട്ടെന്ന് തന്നെ ഒരു പിഞ്ഞാണത്തിലെ ഇറച്ചിയും ചാരായവും അകത്താക്കും. പിന്നെ അടുത്ത പാത്രത്തിൽ നിന്ന് തിന്നാൻ തുടങ്ങും. ഇടത്തെ കൈകൊണ്ടാണ് പേരപ്പൻ്റെ തീറ്റയും കൂടിയും. ഇടയ്ക്ക് പേരപ്പൻ നല്ല കരളിൻ്റെ കഷ്ണം കിട്ടുമ്പോൾ എൻ്റെ വായിൽ വച്ചു തരും. ഞാനപ്പോൾ പേരപ്പൻ്റെ വിരലിൽ നക്കുകയും ചെയ്യും. നല്ല രുചിയാ. ഒരേ പാത്രത്തിൽ നിന്നും വടിച്ചു നക്കി എഴുന്നേറ്റിട്ട് അപ്പനും പേരപ്പനും കൂടി പൊരയുടെ പുറകിൽ ഏലവും കുരുമുളകും പച്ചക്കറികളും വളർന്നു നിൽക്കുന്ന തട്ടുതട്ടായി കിടക്കുന്ന പറമ്പിൽ കൂടെ നടന്നുപോയി കാട്ടിലേക്ക് തലചായ്ച്ചു നിൽക്കുന്ന മലഞ്ചോട്ടിലിരുന്ന് കഞ്ചാവ് ഞെരടി പദം വരുത്തി ബീഡി ഇലയിൽ തെറുത്ത് വലിക്കും. 2 പേരുടെയും കണ്ണ് ചുമന്നു വരുന്നത് നോക്കി ഞാൻ അവരുടെ അടുത്ത് തന്നെ ഇരിക്കും. കുറേ കഴിയുമ്പം അപ്പൻ ഏതെങ്കിലും മരച്ചോട്ടിലേക്ക് ചെരിയും. എണയാന്നും വെച്ച് വല്ല പാമ്പും വന്ന് നിന്റേതേ ചുറ്റുമടാ എന്നും പറഞ്ഞ് കൈലിമുണ്ട് ചൊവ്വ ഉടുപ്പിച്ചിട്ട് അപ്പനെ എടുത്ത് പേരപ്പൻ തിണ്ണേൽ കൊണ്ട് കിടത്തിയിട്ട് എന്നെയും തോളത്തിരുത്തി മല കയറി കാട്ടിലേക്ക് പോകും. മലയുടെ മുകളിലെ കാട് മുഴുക്കെ പേരപ്പന് വീട് പോലെയാ. ഓരോ മരത്തിൻ്റെയും ചെടിയുടെയും പേരറിയാം. കാട്ടാനിയും കാട്ടുപന്നിയും പുലിയുമൊക്കെ പേരപ്പനെ കണ്ടാൽ പരിചയമുള്ള പോലെ ഒന്നുകൂടി തിരിഞ്ഞു നിന്ന് നോക്കിയിട്ട് പോകും. സത്യം പറഞ്ഞാൽ അങ്ങനെ ചില പുലിക്കും കടുവയ്ക്കുമൊക്കെ എന്നെയും പരിചയമായെന്ന് പറയാം. പോകുന്ന പോക്കിൽ ചിലപ്പോൾ തോളത്ത് നിന്ന് തോക്കെടുത്ത് പേരപ്പൻ ഒറ്റ വെടിയങ്ങ് വയ്ക്കും. ഏതെങ്കിലും പരുന്തോ മലയണ്ണാനോ കാട്ടുമുയലോ പച്ചിലകളിൽ ചോര തളിച്ച് ഞങ്ങളുടെ മുമ്പിൽ വന്ന് വീഴും. അപ്പോൾ പേരപ്പൻ്റെ കണ്ണിലൊരു തിളക്കം കാണണം. ഒരിക്കൽ ഞാനും പേരപ്പനും കൂടി കാട്ടിലെ മരത്തുമ്പത്ത് ആഞ്ഞിലി ചക്കപ്പഴം തിന്നുകൊണ്ടിരുന്നപ്പം താഴെ കൂടെ പോയ ഒരു കടുവയുടെ കണ്ണിലെ ഞാൻ അത്രയും തിളക്കം വേറെ കണ്ടിട്ടുള്ളൂ. വെടികൊണ്ട് വീഴുന്ന ജീവിയം എടുത്തുകൊണ്ട് എന്നെ കൂട്ടി പേരപ്പൻ കാട്ടിലെ വള്ളിപ്പടർപ്പും മരക്കൂട്ടവും ഒക്കെ കടന്ന് ഏതെങ്കിലും ഗുഹയിൽ ചെന്ന് കയറും. ഓരോ തവണയും ഓരോ ഗുഹയിലാണ് ചെന്ന് കയറുക. എളിയിൽ നല്ല മൂർച്ചയുള്ള പിച്ചാത്തി ഉണ്ടാവും. ജീവിയുടെ പപ്പും തോലും പൂടയുമൊക്കെ മാറ്റിയിട്ട് കാട്ടിൽ നിന്ന് പെറുക്കിയ വിറക് കത്തിച്ച് പേരപ്പൻ പാറപ്പുറത്ത് വെച്ച് ചുട്ടെടുക്കും. കാട്ടിൽ നിന്ന് നല്ല മുളക് കിട്ടുന്ന സ്ഥലവും പേരപ്പൻ അറിയാം. അതും പറിച്ചുകൊണ്ട് വരും. മക്കൾക്ക് എരിയുമെന്നും പറഞ്ഞ് പേരപ്പൻ എനിക്ക് മുളക് തരത്തില്ല. മുളക് കൂട്ടി പേരപ്പൻ തിന്നി, മുളകില്ലാതെ ഞാനും. വേവിക്കാത്ത കഷ്ണവും വല്ലപ്പോഴുമൊക്കെ പേരപ്പൻ തിന്നുന്ന കാണാറുണ്ട്. എനിക്ക് തരത്തില്ല. ഞാൻ വീട്ടിൽ പോയി പറയുമെന്നും പറഞ്ഞാ എനിക്ക് തരാത്തത്. പക്ഷേ സത്യമായിട്ടും പേരപ്പൻ അത് തിന്നുന്ന കാണുമ്പോൾ കൊതി തോന്നാറുണ്ട്. ഒരു ദിവസം ഇങ്ങനെ എന്തിനെയോ പിടിച്ച് ചുട്ടു തിന്നിട്ട് കാട്ടിൽ കൂടെ ഒഴുകുന്ന തോട്ടിലിറങ്ങി വെള്ളമൊക്കെ കുടിച്ചിട്ട് എന്നെയും കൂട്ടി പേരപ്പൻ ഒരു ഗുഹയിലോട്ട് കയറി. മക്കൾ കുറച്ചേരം ഉറങ്ങിക്കോ എന്നും പറഞ്ഞ് തോളത്തെ ഇരട്ടക്കുഴൽ തോക്കെടുത്ത് അഴിക്കാനും ഓയിലിടാനും മറ്റും തുടങ്ങി. വിരിച്ചു തന്ന തോർത്തുമേൽ അതെല്ലാം നോക്കിക്കൊണ്ട് ഞാൻ കിടന്നു. മക്കൾ ഉറങ്ങിക്കോ, പേരപ്പൻ നിർബന്ധിച്ചു. അങ്ങനെയൊക്കെ പറഞ്ഞാൽ എടുപിടിന്ന് വരുന്ന സാധനമാണ് ഉറക്കം. ഞാൻ കണ്ണടച്ചു, ഉറങ്ങാൻ ശ്രമിച്ചു. പക്ഷേ പറ്റുന്നില്ല. അതോ ഇനി ഉറങ്ങിയോ ആവോ? എന്തായാലും ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാ അപ്പോൾ കണ്ടത്. പേടിച്ചിട്ട് എണീക്കാൻ പറ്റാതെ പോയതാണോ സ്വപ്നമാണോ എന്ന് പറയാൻ പറ്റുന്നില്ല. ഒരു മുഴുത്ത കടുവ അത് ഗുഹയിലോട്ട് കയറി വന്നു. ചിലപ്പം അതിൻ്റെ താമസ സ്ഥലമായിരിക്കും ഇത്. ഞങ്ങളെ രണ്ടിനെയും അത് കടിച്ചു കീറി ഇപ്പം തന്നെ വയറ്റിലാക്കും. ചിലപ്പം പേരപ്പൻ തോക്കെടുത്ത് കടുവയുടെ തിരുനെറ്റി നോക്കി ഒറ്റ വെടി വെക്കാനും മതി. കടുവയുടെ തോലും പൊതിച്ച് മലയിറങ്ങി ചെന്നാൽ വലിയ ഗമയായിരിക്കും. പക്ഷേങ്കിൽ വിചാരിച്ച പോലെ ഒന്നുമല്ലായിരുന്നു കാര്യങ്ങൾ. കടുവ ഒരു പൂച്ചക്കുട്ടിയെ പോലെ പേരപ്പനെ മുട്ടിയുരുമി. പേരപ്പൻ അതിനെ കെട്ടിപ്പിടിച്ച് തലയിലും മുഖത്തും കുറെ ഉമ്മയങ്ങു കൊടുത്തു. വെളിച്ചം മങ്ങിയതാണോ അതോ പേടി കാരണം കണ്ണിൽ ഇരുട്ട് കയറിയതാണോ ഒന്നും എനിക്ക് ചൊവ്വായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കുറച്ചു കഴിഞ്ഞ് കടുവ എന്നെ നോക്കുക പോലും ചെയ്യാതെ തലയും താഴ്ത്തി പുറത്തേക്ക് പോയി. എന്തോ രസമുള്ള കാര്യം ചിന്തിച്ചുകൊണ്ടുള്ള പോക്കാണെന്ന് തോന്നും അത് കണ്ടാൽ.
അഴിച്ചുവെച്ച തോക്കിന്റെ ഭാഗങ്ങൾ തൂത്തു തുടച്ച് പേരപ്പൻ പിന്നെയും പാറപ്പുറത്ത് വന്നിരുന്നു. എനിക്ക് പേടിയായി പേരപ്പ, ഞാൻ പറഞ്ഞു. മക്കൾ എന്തിനാ പേടിക്കുന്നേ? ഉറങ്ങിയപ്പം വല്ല സ്വപ്നം കണ്ടോ? പേരപ്പൻ ചോദിച്ചു. എനിക്ക് ഉറപ്പാ, ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു. ഉണർന്നിരിക്കുമ്പം ആരേലും ഇങ്ങനത്തെ സ്വപ്നം കാണുവോ? പേരപ്പന്റെ തോളത്തിരുന്ന് മലയിറങ്ങുമ്പോൾ പുരേ ചെന്നാലുടൻ റോയിച്ചനോടും ജോഷി ചേട്ടായിയോടും എൽസി ചേച്ചിയോടുമൊക്കെ ഗുഹയിലുണ്ടായ കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറയുന്നതൊക്കെ കേൾക്കാൻ അവർക്കെല്ലാം എവിടാ സമയം? റോയിച്ചൻ എപ്പോഴും പള്ളിക്കാര്യങ്ങളുമായി നടപ്പാണ് പണി. ജോഷി ചേട്ടായിക്ക് പേരപ്പൻ എന്ന് കേൾക്കുന്നതേ ഇഷ്ടമല്ല. ഒരു ദിവസം കരാട്ടെ ക്ലാസ്സിൽ പോയിട്ട് വന്ന പാടെ അടുക്കളയിലേക്ക് ചെന്നു ജോഷി ചായൻ അമ്മച്ചിയോട് ദേഷ്യത്തോടെ ചോദിക്കുന്ന കേട്ടു. എങ്ങാണ്ടെന്ന് വന്ന ഗോപാലൻ എങ്ങനെയാ അമ്മച്ചി ഞങ്ങളുടെ പേരപ്പനാകുന്നേ? നമ്മള് ഹൈറേഞ്ചുകാർക്ക് ജാതി മതവും ഒന്നും ഇല്ലടാ ജോഷി കൊച്ചേ. അപ്പോഴാ ഞാനും ആലോചിച്ചത്. ഞങ്ങളുടെ ബന്ധുക്കടെയെല്ലാം പേര് അപ്പച്ചൻ, ചാക്കോ, ജോൺ, ഏലിയാസ് എന്നൊക്കെയാ. പേരപ്പന് മാത്രം എങ്ങനെയാ അമ്പലക്കാരുടെ പേര് വന്നേ? പേരപ്പനെ പോലെ അപ്പനും നല്ല വേട്ടക്കാരനാന്നുള്ളത് നേരാണ്. അപ്പനും പേരപ്പനും തമ്മിൽ പരിചയപ്പെടുന്നതിന് മുമ്പത്തെ കഥ അപ്പൻ പറഞ്ഞു തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. അക്കാലത്ത് നാട്ടിലെങ്ങും ഒരു കടുവയിറങ്ങി ശല്യം ചെയ്യാൻ തുടങ്ങി. കിണറുപണിക്കാരൻ അവിരായുടെ കെട്ടിയോള് പുല്ല് പറിക്കാൻ പോയപ്പം കടുവ പിടിച്ചു. തേയിലത്തോട്ടത്തിലെ സായിപ്പിന്റെ ബംഗ്ലാവിൽ വെളുപ്പിനെ തൂത്തുവാരാൻ പോകുന്ന പെങ്കൊച്ചിനെ കടുവ പിടിച്ചു. കന്യാസ്ത്രീ മഠത്തിലെ പശുവിനെ തടിപ്പിക്കാൻ മൂരിയം കൊണ്ടുപോയ ഏലിപ്പെണ്ണിനെ കടുവ പിടിച്ചു. ആരുടെയും ശവം പോലും കണ്ടുകിട്ടിയില്ല. കടുവയുടെ മണം വന്നെന്നും കാൽപ്പാട് കണ്ടെന്നും അതിന്റെ നുമ്പിപ്പെട്ടിട്ട് ഒടേ തമ്പുരാന്റെ കൃപ കൊണ്ട് രക്ഷപ്പെട്ടെന്നുമൊക്കെ വേറെ പലരും പറഞ്ഞു. അക്കാലത്ത് പാലായി എന്നുള്ള ഒരു കത്തനാരായിരുന്നു ഞങ്ങളുടെ പള്ളിയിൽ. ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യമാണ് കേട്ടോ. എൽസി ചേച്ചിയും റോയിച്ചനും അപ്പോൾ ചെറിയ ക്ലാസ്സിലാ. ജോഷി ചേട്ടായിക്ക് 3-3.5 വയസ്സ് കാണും. അപ്പനെ കത്തനാര് പള്ളിയിലേക്ക് വിളിപ്പിച്ചു. മത്തായി, നീ എൻ്റെ ഈ കുപ്പായം കണ്ടോ? ചില സമയത്ത് ഇതൊക്കെ കുരിശ. അല്ലെങ്കിൽ ഇടവകയിലെ ഇത്രയും പേരെ ഇല്ലാണ്ടാക്കിയ ജന്തുവിനെ വെടിവെച്ച് കൊന്ന് ഞാൻ ഈ പള്ളിമുറ്റത്ത് കൊണ്ടുപോയിട്ടേനെ. നീയും തൂക്കിയിട്ടുണ്ട് നടക്കുന്നുണ്ടല്ലോ ഒരു തോക്ക്. ആ കടുവയെ കൊന്ന് നീ എൻ്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട. ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, നീ ചാകുമ്പം നിന്നെ അടക്കുന്ന കല്ലറയുടെ മുകളിൽ നിന്റെ ഒരു തിരുരൂപം ഉണ്ടാക്കി വെച്ച് ഞാൻ മെഴുകുതിരി കത്തിക്കും. കടുവാപ്പിടിയൻ മുത്തപ്പൻ എന്ന് പറഞ്ഞ് നാളത്തെ തലമുറ നിന്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കും. എന്താ, നിനക്ക് സമ്മതമാണോ? അപ്പന് സമ്മതമായിരുന്നു. ഇരുണ്ട് പൊക്കം കുറഞ്ഞ ആളാണെങ്കിലും തൻ്റെ ഇടത്തിന് ഒരു കുറവുമില്ലല്ലോ. അണ്ണാൻ ചപ്പിയ മാങ്ങാണ്ടി പോലത്തെ എന്ന് അമ്മച്ചി കളിയാക്കുന്ന അപ്പന്റെ മൂക്കത്ത് വേർപ്പ് തുള്ളികൾ പൊടിച്ചു വന്നു. തോളേന്ന് തോർത്തെടുത്ത് മുഖം തുടച്ചുകൊണ്ട് അപ്പൻ വീട്ടിലേക്ക് നടന്നു. വന്ന പാടെ അപ്പൻ പണി തുടങ്ങി. പറമ്പിൽ നിന്ന് വലിയൊരു കാഞ്ഞിര മരം വെട്ടിയിട്ടു. അത്യാവശ്യം മരപ്പണിയൊക്കെ പിടുത്തമുള്ളയാളാണ്. നല്ല വലിപ്പത്തിൽ മരത്തടി വെട്ടിമുറിച്ച് തന്നെത്താൻ ഒരു കെണിയുണ്ടാക്കി. ധാരാളം അഴികളുള്ള കെണി. കുടുങ്ങിയാൽ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് കാണാം, രക്ഷപ്പെടാൻ പറ്റത്തില്ല. അക്കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ ഇരുമ്പ് സാമാനങ്ങൾ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അമ്മച്ചി പുല്ലുവെട്ടാൻ പോകുന്ന കാട്ടിലേക്കുള്ള ചവിട്ടു വഴിയിൽ അപ്പൻ ആ കെണിപ്പെട്ടി സ്ഥാപിച്ചു. ആടിനെയും പശുവിനെയും ഒക്കെ കൂടിന്റെ നുമ്പി കെട്ടിയിട്ട് തോക്കുമായി പൊന്തയിൽ കുറേ ദിവസം അപ്പൻ ഒളിച്ചിരുന്നു. കടുവയെങ്ങാനും വന്നാൽ കാറ്റത്ത് മനുഷ്യന്റെ മണം പെട്ടെന്നറിയാതിരിക്കാൻ അപ്പൻ ഇടയ്ക്കിടെ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇല പറിച്ച് ഞെരടി. ചുമ്മാ കാത്തിരുന്ന് കാല് കഴിച്ചത് മാത്രം മിച്ചം. എന്നാൽ കുറച്ചു ദിവസം കഴിഞ്ഞപ്പം കടുവ വന്നു. അപ്പോൾ കെണിപ്പെട്ടിയുടെ മുമ്പിൽ അമ്മച്ചിയായിരുന്നു. അമ്മച്ചി പുല്ല് ചെത്താൻ പോകുമായിരുന്നെന്നാ അപ്പൻ പറയുന്നത്. അതല്ല, ഇരയ്ക്ക് പകരം അമ്മച്ചിയെ പിടിച്ചു നിർത്തിയതാന്നാ നാട്ടിലുള്ള ചിലര് പറയുന്നത്. അമ്മച്ചിയോട് ചോദിച്ചാൽ അതിനെപ്പറ്റി ഒരക്ഷരം മിണ്ടത്തുമില്ല. അത്ര മനുഷ്യപ്പറ്റില്ലാത്തവനായിരുന്നോ അപ്പൻ? ആർക്കറിയാം. അല്ലെങ്കിലും ഒരാൾക്ക് മനുഷ്യനോ മൃഗമോ ആകാൻ ഇത്തിരി നേരമൊന്നും വേണ്ടല്ലോ. കരിയില ഞെരിഞ്ഞ് കടുവയുടെ മണം അപ്പന് കിട്ടി. കാട്ടിലെ വള്ളിപ്പടർപ്പ് ഇളകി. കടുവയെ കണ്ടു കണ്ടില്ല എന്നായപ്പോൾ തന്നെ അപ്പൻ വെടിപൊട്ടിച്ചു. ഒരൊറ്റ അലർച്ചയായിരുന്നു കടുവ. വള്ളിപ്പടർപ്പിന് മുകളിലേക്ക് അത് ചാടി പൊങ്ങിയപ്പോൾ അപ്പന് മനസ്സിലായി ഉന്നം തെറ്റിയിട്ടില്ല. അതിൻ്റെ മേത്തൂന്ന് ചോര ചീറ്റുന്നത് അപ്പൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ.
മെലിഞ്ഞ തോടിന്റെ മുകളിലെ ഒറ്റത്തടി പാലത്തിലൂടെ സഞ്ചിന്നെടുത്ത തോട്ടയും കൊണ്ട് അപ്പൻ പാഞ്ഞു ചെന്നു. പക്ഷേ കാടിന് അപ്പനോടുള്ളതിനേക്കാൾ ലോഹ്യം കടുവയോടായിരുന്നു. ഒച്ചയും അനക്കവും വരാണ്ട് അത് കടുവയെ ചങ്കത്ത് വാരിപ്പിടിച്ച് ഒളിപ്പിച്ചു വച്ചു. ഒരു കയ്യിൽ തോക്കും മറ്റു കയ്യിൽ തോട്ടയുമായി അപ്പൻ അവിടെയൊക്കെ തപ്പിയെങ്കിലും കടുവയെ കണ്ടില്ല. ഇലകളിലും പുല്ലിന്മേലും ചോരത്തുള്ളികൾ തെറിച്ചേക്കുന്നേ കണ്ടു. നോക്കിയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായപ്പം അമ്മച്ചിയും കൂട്ടി അപ്പൻ പുരയിലേക്ക് വന്നു. 2 ദിവസം കഴിഞ്ഞ് വൈകിട്ട് പള്ളിക്കൂടം വിട്ടുവന്ന റോയിച്ചനും എൽസി ചേച്ചിയും കൂടെ പറമ്പിൽ കിളച്ചോണ്ട് നിന്ന അപ്പൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, അപ്പാ, അപ്പൻ്റെ കെണിപ്പെട്ടിയില് എന്തോ അനക്കം. കേട്ട പാതി അങ്ങോട്ട് ഓടിച്ചെന്ന് കെണിയുടെ അഴിക്കടയിൽ കൂടി തോക്കു ചൂണ്ടി നോക്കിയ അപ്പൻ ഞെട്ടിപ്പോയി. കടുവയല്ല, ഒരു മനുഷ്യൻ. അപ്പൻ വേഗം കെണിപ്പെട്ടി തുറന്ന് അയാളെ പുറത്തിറക്കി. വെളുത്തു തുടുത്ത് നല്ല പൊക്കവും വണ്ണവുമുള്ള മനുഷ്യൻ. നിലന്തല്ലി പോലെ മുഴുപ്പും ബലവുമുള്ള കാൽപ്പത്തികൾ. വലത്തെ കൈപ്പത്തി മുഴുത്ത ഒരു തോർത്തുകൊണ്ട് പന്തം പോലെ ചുറ്റിക്കെട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ മണ്ണും ചോരയും ഏതൊക്കെയോ പച്ചിലയുടെ കറയും പറ്റിപ്പിടിച്ചിരിക്കുന്നു. അപ്പൻ വലത് കൈത്തണ്ടയിൽ പിടിച്ചപ്പം അയാൾ ഞരങ്ങി. എവിടെന്നാ? എന്താ പറ്റിയതാ? അപ്പൻ ചോദിച്ചു. കിഴക്കാ വീട്. വേട്ടയ്ക്ക് പോയപ്പം കാട്ടിൽ വെച്ച് കയ്യിലിരുന്ന തോട്ട പൊട്ടി. ചാകാണ്ടിരുന്നത് യോഗം കൊണ്ടാ, അയാൾ പറഞ്ഞു. എന്താ പേര്? ഗോപാലൻ. എങ്ങനാ ഇതിനകത്ത് പെട്ടേ? മഴ ചാറിയപ്പം കേറിയിരുന്നതാ, ഇറങ്ങാൻ പറ്റാണ്ട് കുടുങ്ങിപ്പോയി. കാടിന്റെ അപ്പുറത്ത് കുറെ ദൂരെയുള്ള നാട്ടിലാണ് വീടെന്നും കെട്ടിയോളുമായി വഴക്കുണ്ടാക്കി ഇച്ചിരി നാൾ മുമ്പ് ഇറങ്ങിപ്പോന്നതാണെന്നും 1-2 മാസമായിട്ട് കാട്ടിലായിരുന്നു താമസമെന്നും അയാൾ അപ്പനോട് പറഞ്ഞു. അപ്പൻ അയാളെ വീട്ടിലേക്ക് കൂട്ടി. എൽസി ചേച്ചിയും റോയിച്ചനും ജോഷി ചേട്ടായിയുമൊക്കെ അയാളെ പേരപ്പാന്ന് വിളിക്കാനും തുടങ്ങി. 1-2 ദിവസം കഴിഞ്ഞപ്പോൾ അപ്പൻ പറഞ്ഞു, വഴിയൊക്കെ പറഞ്ഞു തന്നാ ഞാൻ ഗോപാലന്റെ കെട്ടിയോളെ ഒന്ന് പോയി കാണാം. എല്ലാം ഞാൻ പറഞ്ഞ് ശരിയാക്കാമെന്നേ. ഗോപാലൻ വഴി പറഞ്ഞു കൊടുത്തു. കാടും മലകളും കയറിയിറങ്ങി 2 ദിവസം കഴിഞ്ഞ് അപ്പൻ സന്തോഷ വാർത്തയുമായിട്ടാണ് പോയി വന്നത്. പിറ്റേന്ന് പേരപ്പൻ വീട്ടിൽ പോയി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പം തിരിച്ചു വന്നു. കുറേ ദിവസം അവിടെ, കുറേ ദിവസം ഇവിടെ. അങ്ങനെയായി പേരപ്പന്റെ താമസം. വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തിനും ഏതിനും അപ്പനും പേരപ്പനും എപ്പോഴും ഒരുമിച്ചാണ്. തെങ്ങിന്റെ തടമെടുക്കുന്നതും കപ്പയുടെ ഇടകളയ്ക്കുന്നതും പാവലിന് തടമിടുന്നതും പശുവിനെ അഴിച്ചു കെട്ടുന്നതും ചാണകം വാരുന്നതുമെല്ലാം 2 ആളും ചേർന്നാണ്. വലതു കൈപ്പത്തി ഇല്ലാത്തയാളാ ഈ പണിയൊക്കെ ചെയ്യുന്നതെന്ന് പേരപ്പൻ പണിയെടുക്കുന്നത് കണ്ടാൽ തോന്നത്തേയില്ലെന്ന് അമ്മച്ചി പറഞ്ഞിട്ടുണ്ട്. പേരപ്പന്റെ പോയി വരവ് ഇടയ്ക്കേ ഉള്ളെങ്കിലും പുള്ളിക്കൊരു കൊച്ചുണ്ടായി. 3-4 വർഷം കഴിഞ്ഞാ അമ്മച്ചി എന്നെ പ്രസവിക്കുന്നത്. എന്നോടുള്ളതിൻ്റെ പകുതി സ്നേഹം പോലും പേരപ്പന് സ്വന്തം കൊച്ചിനോടില്ലായിരുന്നു. പേരപ്പൻ ഇവിടെ ചേനയ്ക്ക് തടമെടുത്തോണ്ടിരുന്നപ്പം അപ്പനാ ചെന്ന് കുഞ്ഞിന് സുമാന്ന് പേരിട്ടത്. അങ്ങനെയൊരു ചെറിയപ്പനെ കിട്ടിയത് സുമേച്ചിയുടെ ഭാഗ്യം. എന്നെക്കാൾ ഇഷ്ടം അപ്പന് സുമേച്ചിയോടാണോന്ന് ഞാൻ ഒരിക്കൽ അപ്പനോട് ചോദിച്ചിട്ടുമുണ്ട്. സുമേച്ചിക്ക് എന്ത് സാധനം കൊടുക്കാനും അപ്പന് ഒരു മടിയുമില്ല. എൻ്റെ കാര്യത്തിൽ പേരപ്പനും അങ്ങനെ തന്നെയാണ് കേട്ടോ. കൊച്ചിലെ മുതലേ റോയിച്ചൻ രാത്രിയും പകലും പള്ളിയിലായിരുന്നു തീറ്റയും കിടപ്പും. ജോഷി ചേട്ടായി ആണെങ്കിൽ പള്ളിക്കൂടത്തെ പഠിക്കുമ്പോഴേ തെണ്ടിത്തിരിഞ്ഞ് നടപ്പാണ്. ഫുട്ബോൾ മാച്ച്, സിനിമ എന്നൊക്കെ പറഞ്ഞ് ജോഷി ചേട്ടായി പാലാക്കോ കോട്ടയത്തിനോ ഒക്കെ പോകുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ സിനിമാ കൊട്ടകയൊന്നും ഇല്ലാത്തതുകൊണ്ട് ലണ്ടനിലേക്ക് പോകുന്ന ഗമയില ജോഷിയുടെ പോക്ക്. തൊടുപുഴയുള്ള ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ TV ഉണ്ടെന്നും പറഞ്ഞ് ചിലപ്പം അങ്ങോട്ടാവും പോകുന്നത്. പറയുന്നതൊക്കെ സത്യമാണോ ആവോ? എന്തായാലും ക്ലാസ്സിലെ പെൺപിള്ളേരുടെ അടുത്ത് ഞാൻ ബാലൻ കെ നായരാണ്, ഞാൻ ജോസ് പ്രകാശാണ്, ഞാൻ TG രവിയാണ് എന്നൊക്കെ പറഞ്ഞ് മസിൽ പിടിച്ച് ചെല്ലുന്നതും അവളുമാര് പോടാ മരം കയറി കൊച്ചുമത്തായി എന്ന് വിളിക്കുന്നതും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഫലത്തിൽ മിക്ക ദിവസവും ഞാനും അമ്മച്ചിയും ചേച്ചിപ്പെണ്ണ് എൽസിയും മാത്രമായിരിക്കും വീട്ടിൽ. അപ്പനാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഒരു സർക്കിട്ടുണ്ട്. അന്ന് കോട്ടയത്താണ് ഞങ്ങളുടെ കളക്ടറേറ്റ്. കൃഷിയുടെ ചില ആനുകൂല്യങ്ങൾ കിട്ടാനുള്ള വകുപ്പൊക്കെ അവിടെ ചെന്ന് തിരക്കിയാലേ അറിയാൻ പറ്റൂന്ന് അപ്പൻ പറയും. നടാനുള്ള നല്ല വിത്തിനങ്ങൾ തപ്പിയാവും ചിലപ്പം പോകുന്നത്. എന്തായാലും എല്ലാ മാസവും ഒരാഴ്ചയെങ്കിലും വീട്ടിലുണ്ടാവില്ല. ആനയും കടുവയും ഒക്കെ ശല്യം ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് ഞങ്ങളപ്പം ഏറുമാടത്തിലായിരിക്കും. തോക്കും തോട്ടായും ഒക്കെയായി ഏറുമാടത്തിന്റെ ചോട്ടിൽ രാത്രി മുഴുക്കെ പേരപ്പൻ കാവലിരിക്കും.
അറ്റാക്ക് വന്ന് അപ്പൻ മരിച്ചതോടെ പേരപ്പന് ഞങ്ങളുടെ വീട്ടിലുള്ള പിടുത്തം അങ്ങ് അയഞ്ഞു. റോയിച്ചൻ ഞങ്ങളുടെ കപ്പിയാരുടെ മകളെ അടിച്ചുകൊണ്ട് വന്നതോടെ പേരപ്പന് അവിടെ കിടക്കാനുള്ള സൗകര്യവും ഇല്ലാണ്ടായി. ഒരു ദിവസം ജോഷി ചേട്ടായി പറഞ്ഞു, പേരപ്പൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വരണം, 1-2 മാസം കൂടുമ്പോഴേലും. അപ്പറഞ്ഞതിൻ്റെ അർത്ഥം പേരപ്പന് നന്നായി മനസ്സിലായിട്ടുണ്ടാവും. അമ്മച്ചി കൊടുത്ത കട്ടൻ കാപ്പി ഒറ്റ വലിക്ക് കുടിച്ചിട്ട് പേരപ്പൻ കുന്നിറങ്ങിപ്പോയി. പേരപ്പന്റെ അറ്റം കൂർത്ത വലത്തെ കൈപ്പത്തി വീശി വീശിയുള്ള നടപ്പ് നോക്കി കുറേ നേരം ഞാൻ മുറ്റത്തു നിന്നു. ഏറെ കാലമായി പേരപ്പനെ പറ്റി ഒരു വിവരവുമില്ലായിരുന്നു. റോയിച്ചന്റെ വീട്ടിൽ വെച്ച് അമ്മച്ചിയാ വിഷയം എടുത്തിട്ടത്. മക്കളെ, നിങ്ങളുടെ പേരപ്പൻ കിടപ്പിലാന്ന് കുറേ ദിവസം മുമ്പ് ഞാനൊരു സ്വപ്നം കണ്ടായിരുന്നു. അമ്മച്ചി, എന്ത് കോപ്പായി പറയുന്നത്? അയാള് എങ്ങനെ ഒടുങ്ങിയ നമുക്കെന്താ? ജോഷി ചേട്ടായി അരിശപ്പെട്ടു. നമുക്ക് കുറെ കാവല് കിടന്നതല്ലേ, പോയി കാണാം, റോയിച്ചൻ അനുനയിപ്പിച്ചു. എനിക്ക് ആ കിടപ്പ് കാണാൻ വയ്യ, ഞാൻ വരുന്നില്ല മക്കളെ. അമ്മച്ചി എണീറ്റ് അപ്പുറത്തേക്ക് പോയി. ബിൻസി മോളെ, നിനക്ക് പേരപ്പനെ കാണണ്ടേ? ഞാനും വരാം. എൽസി ചേച്ചി എൻ്റെ കയ്യിൽ പിടിച്ചു. സുമയെന്ന് പറഞ്ഞ പെണ്ണിനെ അപ്പൻ കുറേ കാലം തലേ വെച്ചോണ്ട് നടന്നതല്ലേ, അവളെ എനിക്കൊന്ന് കാണണം, ഞാനും വരാം. അവളെ പൊന്നുരുക്കി ഉണ്ടാക്കിയതാണോന്ന് അറിയണമല്ലോ, ജോഷി ചേട്ടായി പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ പേരപ്പന്റെ വീട് തിരക്കി പുറപ്പെട്ടത്. രാവിലെ തുടങ്ങിയ അന്വേഷണമാണ്. ഇടയ്ക്ക് ഒരു ചായപ്പീടികയിൽ കയറി എല്ലാവരും പൊറോട്ടയും ബീഫും കഴിക്കാനുള്ള സമയം മാത്രമേ എടുത്തിട്ടുള്ളൂ. പുറപ്പെട്ടപ്പോൾ പിള്ളേർക്കെല്ലാം വലിയ ഉത്സാഹമായിരുന്നു. ഇതിപ്പം എത്തും പിടിയുമില്ലാത്ത പോക്കായതോടെ വലിയോർക്കും പിള്ളേർക്കുമെല്ലാം ബോറടിച്ചു തുടങ്ങി. വഴിയരികിൽ ചില ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട്. മടുപ്പ് കാരണം അങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കാൻ പോലും ആർക്കും തോന്നിയില്ല. കുണ്ടും കുഴിയും കല്ലും മണ്ണുമൊക്കെയായി കാടിനോട് ചേർന്ന് ഞങ്ങൾ പോയ വഴി കടലിൽ ചാടുന്ന പുഴ പോലെ പെട്ടെന്നങ്ങ് തീർന്നുപോയി. ഇതും അപ്പൻ പറഞ്ഞ പോലത്തെ ഒരു സ്ഥലമാ. വണ്ടി നിർത്തി റോയിച്ചൻ ഇറങ്ങി, ബാക്കിയുള്ളവരും കൂടെ ഇറങ്ങി. അപ്പോഴാണ് കുറച്ചു മാറി ഫോറസ്റ്റുകാരുടെ വണ്ടി കിടക്കുന്നത് ജോഷി ചേട്ടായി കണ്ടത്. കാട്ടിലേക്ക് ചെറിയൊരു വഴിച്ചാലുണ്ടായിരുന്നു. കുറച്ചു മുമ്പ് ആളുകൾ ചവിട്ടിക്കേറിയ പോലെ പുല്ലും ചെടികളും ചതഞ്ഞു കിടന്നു. നടവഴി തെളിക്കാൻ ആരോ മുള്ളുവള്ളികളും കുറ്റിച്ചെടികളും മുറിച്ചിട്ടിരിക്കുന്നു. റോയിച്ചിന്റെ പുറകെ ഞങ്ങളും അതുവഴി മുന്നോട്ട് നടന്നു. കുറച്ചു ചെന്നപ്പം ആരുടെയൊക്കെയോ വർത്തമാനം കേട്ടു. ഏതാനും പോലീസുകാരും ഫോറസ്റ്റ് ജീവനക്കാരും കൂടി നിൽക്കുന്നു. അവരോട് തിരക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളെയും കൂട്ടി റോയിച്ചൻ അങ്ങോട്ട് ചെന്നു. ഒരു ഗുഹയുടെ അടുത്തായിരുന്നു അവരെല്ലാം നിന്നിരുന്നത്. ഗുഹയുടെ മുമ്പിൽ ചത്തുകിടക്കുന്ന ഒരു വയസ്സൻ കടുവ. പോലീസുകാരും ഫോറസ്റ്റുകാരും ചേർന്ന് അതിൻ്റെ മരണമാസർ തയ്യാറാക്കുകയായിരുന്നു. അത് കണ്ടപ്പം എൻ്റെ ചങ്കിടിപ്പ് കൂടി, ശ്വാസം തൊണ്ടയിൽ കുടുങ്ങി. എന്നെപ്പോലെ തന്നെയായിരുന്നു ചേച്ചിയും ചേട്ടായിമാരും. നായാട്ടുകാരുടെ തോക്കുകൊണ്ടോ മൂർച്ചയുള്ള കത്തി കൊണ്ടോ മറ്റെന്തെങ്കിലും ആക്രമണങ്ങളും അപകടങ്ങളും നിമിത്തമായോ വലത് കൈപ്പത്തി നഖങ്ങളും വിരലുകളും സഹിതമായും ശേഷം മുകളിലേക്ക് 1.5 ഇഞ്ച് ഉയരത്തിലും ഛേദിക്കപ്പെട്ട നിലയിലും ഇടത്തെ കൈയിൽ നിന്ന് നീളത്തിലും ആകൃതിയിലും വിഭിന്നമായും കാണപ്പെടുകയും മുറിവോ രക്തമോ ഇല്ലാത്ത, ജന്മന സംഭവിച്ചിട്ടുള്ളതല്ലെങ്കിലും കാലപ്പഴക്കം കൊണ്ട് തത്തുല്യമായ വൈകല്യം കാഴ്ചയിൽ ബോധ്യം വന്ന ഒരു പോലീസുകാരൻ പറഞ്ഞു കൊടുക്കുകയാണ്. മറ്റൊരാൾ എഴുതിയെടുക്കുന്നു. 2 പേർ ടേപ്പ് പിടിച്ച് കടുവയുടെ ബോഡിയുടെയും സ്ഥലത്തിൻ്റെയും അളവെടുക്കുന്നു. ഒരു ചെറുപ്പക്കാരൻ എല്ലാം ക്യാമറയിലാക്കുന്നു. കൂട്ടത്തിൽ വലിയ പ്രായമൊന്നുമില്ലാത്ത പെൺകടുവയും ഉണ്ടായിരുന്നെന്ന ആദിവാസികൾ പറയുന്നേ. ആളനക്കം കണ്ടപ്പം ഓടിപ്പോയെന്ന് ഒരാൾ പറഞ്ഞു. ഞാൻ എൽസി ചേച്ചിയുടെ മേത്തേക്ക് ചാഞ്ഞു. പോകാം, ജോഷി ചേട്ടൻ പറഞ്ഞു. പോകാം, റോയിച്ചനും പറഞ്ഞു. ഞങ്ങൾ തിരികെ നടന്നു.